നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സും റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സുകൾ നിങ്ങളെ കണക്റ്റ് ചെയ്ത് അറിയാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഇട്ടുതരാം കേട്ടോ. നമുക്ക് ഓരോ റീഡിങ്സുകൾ വെച്ച് എടുത്ത് നോക്കാം. ഇന്നിപ്പോൾ നോക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറൻറ്റ് ഫീലിങ്സും ആ ഒരു റിലേഷൻ്റെ ഫ്യൂച്ചറുമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. നമ്മൾ എന്തിനെയാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് കണക്റ്റഡ് ആകും. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം കണ്ടാൽ മതി. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ എനർജി അതുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം, നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത്. പിന്നെ റീഡിങ്സിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആവുക തന്നെ ചെയ്യണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങളുടെ എനർജി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു റീഡിങ്സുമായിട്ട് ഒരു അഭേദ്യ ബന്ധം സ്ഥാപിക്കുക തന്നെ ചെയ്യണം. പിന്നെ നമ്മളെപ്പോഴുമൊക്കെ നന്ദിയുള്ളവരാകുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് ചിന്തിക്കുക. നമ്മളെപ്പോഴും യൂണിവേഴ്സലിനോട് നന്ദി പറയാൻ ശ്രമിക്കുക. നമ്മളുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് തന്നതിനും ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിനും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തതിനുമൊക്കെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴൊക്കെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്നിങ്ങനെ നമ്മളുടെ നാവിൽ എപ്പോഴൊക്കെ പറയുന്നുവോ അതനുസരിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കും, കണക്റ്റഡ് ആകുമെന്നാണ് പറയുന്നത്. അപ്പം സന്തോഷത്തോടു കൂടിയും പോസിറ്റീവായ എനർജിയോട് കൂടി പ്രാർത്ഥനയോട് കൂടി തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ആരെയാണോ കാണാൻ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ പേരും ഫേസും ഓർത്തുകൊണ്ട് തന്നെ റീഡിങ്സ് ഓപ്പൺ ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് ഈ കിട്ടിയ ഇൻഫർമേഷൻസിന്, ഡിവൈൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തന്ന ഈ ഒരു ഇൻഫർമേഷൻസിന് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സിൽ ഫസ്റ്റ് തന്നെ ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർ ഹാപ്പിനെസ് അല്ല എന്നാണ് കാണുന്നത്. നല്ലൊരു തിരിച്ചറിവ്, നല്ലൊരു തിരിച്ചടി അവർക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, എത്രത്തോളം സ്ട്രെങ്ത് ആയിട്ടാണോ അവർ തേർഡ് പാർട്ടി എനർജിയിൽ നിന്നിരുന്നത്, എത്രത്തോളം അവർക്ക് ആഴത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, അതെല്ലാം തകർന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ശരിക്കും എന്താണ് തേർഡ് സിറ്റുവേഷൻസ് എന്നും അവിടെ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്നുള്ളതൊക്കെ അവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന നിരാശ എനർജിയാണ്. നിരാശ എനർജിയേക്കാൾ കൂടുതൽ ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയത്താണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശരിക്കും അവരുടെ പൂർണ്ണമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളും ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെയാണ് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കേണ്ടത്. നമ്മൾ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കെല്ലാം മങ്ങലേറ്റിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ശരിക്കും നിരാശയാണ് കേട്ടോ. ഫോക്കസ് ചെയ്തിരുന്നു നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്നു എങ്കിലും അവിടെ നിന്നും ഇപ്പോൾ അവർക്കൊരു ഡാർക്ക് എനർജി ഫീലിങ്സ് ആണ്, ഒരു ഇരുൾമയാണ്, ഒരു പൂർണ്ണതയില്ല, തെളിച്ചമില്ലാത്ത ഒരു സാഹചര്യത്തെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കാണുന്നത്. അങ്ങോട്ടേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിച്ചു. തേർഡ് സിറ്റുവേഷൻസിലേക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെയധികം സിമ്പിളായിട്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു ചെന്നുവെങ്കിലും
നമുക്കിവിടെ കാണുന്നത് തിരിച്ചു വരിക എന്നത്, ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് ഒരു സാഹസികതയായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നു, പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു, അവിടെ തുടരാൻ പറ്റുന്നുമില്ല എന്നുള്ളൊരു എനർജിയാണ്. അവരുടെ സോൾ അവർക്ക് വളരെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് നല്ലൊരു ഗൈഡൻസ്, വരും വരായികകളെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് അവരുടെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ എനർജിയിലൂടെ കൊടുക്കുന്നുണ്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവർക്കവിടെ സന്തോഷം ലഭിക്കുന്നില്ല. അവരൊരിക്കലും ഹാപ്പിനെസ് അല്ല, അവരൊരുപാട് ഫീലിംഗ് സ്റ്റക്നെസ് അനുഭവിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്കൊരു കമ്മ്യൂണിക്കേഷന് പോലും ഒരു വ്യക്തികളുടെയും ഒരു എനർജി, ഒരു പ്രസൻസ് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിരാശ തന്നെയാണ് കേട്ടോ. സാമ്പത്തികപരമായിട്ട് ഒരുപാട് നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ബാഡ് സിറ്റുവേഷൻസുകളെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ അവരുടെ സമയമെന്ന് പറയുന്നത് ഒരു ലോസ് എനർജിയാണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എല്ലാ രീതിയിലും. അതിവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടീനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ഫേസ്, മുഖം തിരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസും തേർഡ് പാർട്ടിക്കും ഒരു നിരാശ എനർജിയാണ്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഒരു ആത്മാർത്ഥതയോട്, സംതൃപ്തിയോട് കൂടി തേർഡ് പാർട്ടിക്ക് നിൽക്കാനും പറ്റുന്നില്ല. ഇവിടെ നിന്നും ആ തേർഡ് പാർട്ടിക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അവർക്കിടയിൽ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻസൊക്കെ ഉണ്ട്, പുറത്തേക്ക് കടക്കാനായിട്ട് അവസരമുണ്ടെങ്കിലും അവർക്ക് പുറത്ത് കടക്കുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ആത്മാഭിമാനത്തെ ചിന്തിച്ചിട്ട് കൂടി ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കടിച്ചു തൂങ്ങി സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ബർഡൻ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എനർജിയിലാണ് കടന്നു പോകുന്നതെന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം ഇവർക്ക് ബർഡനായി തീർന്നിരിക്കുന്നു. മറ്റെവിടേക്കോ ചെയ്തു വെച്ച, അല്ലെങ്കിൽ മറ്റെവിടേക്കോ ഉണ്ടായ ഒരു പെയിൻ എനർജിയുടെ ഫലം ഇവരൊരു ജഡ്ജ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. ജഡ്ജ്മെൻറ്റ് മീൻസ് നീതിയല്ല അവിടെ നടക്കുന്നത്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർക്കൊരു ബർഡൻ എനർജി ആയിട്ടാണ് തേർഡ് സിറ്റുവേഷൻസിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അവർക്ക് ആ ഭാരം ചുമക്കേണ്ടി വരുന്നു, ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടുമാണ്. അവരുടെ ആ ഒരു തോട്ട്സ്, അതായത് തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കടന്നാൽ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു മോശമാകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുനിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും പ്ലസ് കുറേ ബർഡനും കാര്യങ്ങളും തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ മജീഷ്യൻ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇമോഷൻസിനെയൊക്കെ, അതായത് നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി പോയത് പൂർണ്ണമായിട്ടും തിരിച്ചിന് വേണ്ട എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടു കൂടിയും, നിങ്ങളോട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം, ഈ ഒരു ബന്ധത്തിൽ എനിക്ക് യാതൊരു സംതൃപ്തിയുമില്ല, എനിക്ക് ഈ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് താല്പര്യമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളിൽ നിന്നും മറ്റെന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയിരിക്കുന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അവർ പ്രതീക്ഷ വെച്ചത്, പോസിറ്റീവെന്ന് ചിന്തിച്ചത് ഒരു ട്രാപ്പ്ഡ് എനർജി തന്നെയായിരുന്നു. അവർ തേർഡ് പാർട്ടീനെ ഇപ്പം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ പറയുന്ന പോലെ തേർഡ് പാർട്ടിയിൽ വളരെയധികം പോസിറ്റിവിറ്റിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ്, ഒരു വശീകരണത്തിൻ്റെ പ്രസൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മിറാക്കിളാണ് സംഭവിച്ചത് ലൈഫിൽ. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായൊരു എനർജി അല്ല, നെഗറ്റീവാണ് അവിടെ സംഭവിച്ചത്. കാരണം ബർഡൻ എനർജിയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഇറക്കി വെക്കാനും വയ്യ, ഭാരം ചുമക്കാനും വയ്യ എന്ന അവസ്ഥയിൽ തന്നെയാണ്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, നിരാശയാണ്. ഒരു രീതിയിലും ഒരു ഇമോഷൻസിനെയും ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാത്തിനോടും ഒരു വിരക്തിയാണ് ഫീൽ ചെയ്യുന്നത്. മടുത്തു, ജീവിതത്തിൽ തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള എനർജി നോക്കുമ്പോൾ ബാഡ് ടോക്കിങ്ങും ബാഡ് ബിഹേവിയറും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംസാരമാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിലും തേർഡ് പാർട്ടിയുടെ പെരുമാറ്റമാണെങ്കിലും എല്ലാം
വളരെയധികം മോശമാകുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരിശിൽ തറച്ച ഒരവസ്ഥയെന്നൊക്കെ പറയാൻ സാധിക്കും. അവിടെ ആ ഒരു അവസ്ഥയിലാണ്. ഒരു ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല, ലൈഫിലേക്ക് പൂർണ്ണതയോടുകൂടി പുറത്ത് കടക്കാനും പറ്റുന്നില്ല. തേർഡ് സിറ്റുവേഷൻസിൽ യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ചെറിയ ഈഗോയും ചെറിയ ഒരു പ്രതിരോധിച്ചൊക്കെ ചെറിയ രീതിയിൽ ഫൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ, തേർഡ് സിറ്റുവേഷൻസിലൊന്ന് പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും സാധ്യമാകുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ചില സമയങ്ങളിൽ തേർഡ് സിറ്റുവേഷൻസിലെ സാഹചര്യങ്ങളെ ഹാപ്പിനെസ് ആക്കി എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. അതായത് എൻഡ് ആകുന്നു എന്ന് കാണുമ്പോഴത്തേനും അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ചിങ് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ബന്ധത്തിനകത്തൊരു വിള്ളൽ, ശക്തമാകുന്ന വിള്ളൽ വരുമ്പം തീർച്ചയായിട്ടും അവിടെ ഒരു സ്ട്രോങ് ആകുന്ന ഒരു കണക്ഷൻ വീണ്ടും കണക്റ്റഡ് ആവുകയും വീണ്ടും റീകണക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പലവട്ടം ഈ ഒരു റിലേഷൻ തകർന്നു പോകുമ്പോഴും വീണ്ടും അവിടെ ഒരു കണക്റ്റഡ് ആകുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് പെട്ടെന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം ലീഗൽ പരമാകുന്ന എന്തൊക്കെയോ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയോ തേർഡ് പാർട്ടിയോ പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അത് മറ്റെന്തൊക്കെയോ രീതിയിലേക്ക് പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സാമ്പത്തിക ഇടപാട് അവരിലുണ്ട്. അതുപോലെ കരിയർ പാതയെ ബേസ് ചെയ്തും മറ്റെന്തൊക്കെയോ ലീഗൽ പരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തും ഈ ഒരു ബന്ധം കടിഞ്ഞാണിട്ട പോലെ, അതായത് രണ്ടു പേർക്കും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയാണ്. എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. സന്തോഷമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സന്തോഷമൊക്കെ വെറും ഒരു അഭിനയം പോലെയായി തീരുന്ന സിറ്റുവേഷൻസാണ്. ഉൾവലിഞ്ഞ് നിൽക്കുകയും സ്വയം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ്. സ്വയം പ്രൊട്ടക്റ്റഡ് ആവാൻ എന്ത് ചെയ്യണം, എങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കണം എന്നുള്ള ഒരു തോട്ട്സിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. നിരാശയാണെങ്കിലും ഈഗോയ്ക്ക് യാതൊരു കുറവുമില്ല. ലോസും നഷ്ടവും നിരാശയും മരണതുല്യമാകുന്ന ഒരു മാനസികാവസ്ഥയാണെങ്കിലും ഈഗോ എനർജി വളരെ സ്ട്രോങ് ആയിട്ടും ടോപ്പായിട്ടും നിൽക്കുന്നുണ്ട്. ആകെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ കരിയർ പാത മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് അവരുടെ പാഷൻ എനർജി ആയിരുന്ന കരിയർ എനർജി അവർക്ക് ഇപ്പോഴും ഒരു പിടിച്ച് നിൽപ്പ്, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു നിലനിൽപ്പിന് അവരെ സഹായിക്കുന്നത് അവരുടെ കരിയർ എനർജിയും അവരുടെ ഒരു ആക്ഷൻ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡുമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹാങ്കഡ്മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് ബർഡൻ എനർജി നിങ്ങളുടെ വ്യക്തി തലയിൽ ചുമക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും തേർഡ് പാർട്ടിയിൽ നിന്നും പിടിച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും തലയിൽ നിന്നും ഇറക്കി വെക്കാൻ പറ്റുന്നതല്ല. അതെല്ലാം കുറച്ച് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയം നിഴലിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊരു പേടി തോന്നുന്നുണ്ട്. കരിയർ എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ അവർക്കൊരു ഭയം നിഴലിക്കുന്ന. കാരണം അവിടെയും ശത്രുതാ ഭാവമുണ്ട്. പിന്നെ ഇവരുടെ ഒരു നിസ്സഹായത, ഇവരുടെ ആ ഒരു ബലഹീനതയെ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർക്കെതിരെ ചില പ്രവർത്തനങ്ങൾ കരിയർ പാതയിൽ നടക്കുന്നുണ്ട്. ഇവരെ വീഴ്ത്താൻ പറ്റുമെന്നുള്ള ഒരു എനർജിയെ ബേസ് ചെയ്ത്. പക്ഷേ നമുക്കിവിടെ കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ട്രാപ്പഡ് എനർജിയാണ്. അവരുടെ ഫീലിംഗ് സ്റ്റക്നെസ് അവരെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. പിടിച്ച് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പിടിച്ച് നിൽക്കുക എന്നത്. മാത്രവുമല്ല നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല, ഒന്നിലും സംതൃപ്തിയില്ല. പക്ഷേ ജീവിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നോർത്ത് ദൈവികം, അതായത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻസിലൊക്കെ നല്ല പോലെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ട് ജീവിതം പതറി താളം തെറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട്
അതിനു വേണ്ട കാര്യങ്ങളും അതിനുവേണ്ട ഗൈഡൻസൊക്കെ നല്ലപോലെ തേടുന്നുണ്ട്. മതപരമാകുന്ന വിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ ഗൈഡൻസ് തേടേണ്ട വ്യക്തികളിൽ നിന്നൊക്കെ നല്ലൊരു അഡ്വൈസ് തേടി കാര്യങ്ങളെ കണക്ട് ചെയ്ത് പിടിച്ച് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കർമ്മ എനർജി ഉള്ളിടത്തോളം കാലം കർമ്മ എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും, നമ്മൾ ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും സമയത്തുമൊക്കെ ആയിരിക്കും കടന്നു വരുന്നത്. ആ ഒരു എനർജി അവർ ശരിക്കും ബർഡനായിട്ട് തന്നെ ചുമക്കുന്നുണ്ട്. ഫാമിലി എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് പേരൻസിൻ്റെ മറ്റു ബ്ലഡ് റിലേഷനിൽപ്പെട്ട എനർജികളുടെ സഹോദര സ്ഥാനത്തൊക്കെ ഉള്ളവരുടെ ഒരു പ്രസൻസ് ഇവരിൽ കണക്റ്റഡ് ആണ്. അതിലൊക്കെ അവർക്ക് സാമ്പത്തികപരമായിട്ട് മറ്റുമൊക്കെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ലോങ് ഡിസ്റ്റൻസ് ചിലരെ സംബന്ധിച്ച് എബ്രോഡ് എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസും ചിലർ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. ചില തീരുമാനങ്ങളും ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ കരിയർ പാതയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചിലരെ സംബന്ധിച്ച് എബ്രോഡ് ഉള്ളവരും അതുപോലെ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുടെയും എനർജി കണക്റ്റഡ് ആണ്. കരിയർ എനർജിയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആകെയുള്ള ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും ഇവരിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ വശീകരണത്തിൻ്റെ ഒരു കണക്ഷൻ നിൽപ്പുണ്ട്. സ്നേഹമുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും സ്നേഹമുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ദേഷ്യഭാവവും ഇവർക്ക് ചുറ്റുമുള്ളവരോടുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച ചീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ അവർ അനുഭവിക്കുന്ന സ്ട്രഗ്ലിംഗ് ആവാം. എല്ലാവരോടും ഇമോഷണലി ബാലൻസോടുകൂടി പെരുമാറുമ്പോഴും അതിനപ്പുറത്തേക്ക് അവർക്ക് വളരെയധികം ഒരു ദേഷ്യഭാവവും കൂടി അവർക്ക് ചുറ്റുമുള്ളവരോട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ എല്ലാ ഇമോഷൻസിനും അവർ കടിഞ്ഞാണിട്ട് നിർത്തിയിരിക്കുകയാണ്. ആരിലേക്കും കണക്റ്റഡ് ആവാൻ ഇഷ്ടപ്പെടുന്നില്ല. സിറ്റുവേഷൻസുകളിലൂടെ എല്ലാം ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്കൊരു കടിഞ്ഞാണിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരൊരു ഫോക്കസിങ് എനർജിയിലേക്ക് മാറും. അവരുടെ ജീവിതത്തിൽ അവരൊരു ഉറച്ച തീരുമാനമെടുക്കും. അവരുടെ ലൈഫിന് അവരൊരു ജഡ്ജ്മെൻറ്റ് നേടിയെടുക്കും. അവർക്കൊരു നീതി വേണമെന്നുള്ള ഒരു വാശിയുണ്ട്. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു ഷാർപ്പ് ടൈമിൽ അവർ നീതി നേടിയെടുക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം നിരാശയും ദുഃഖവും കുറ്റബോധവും ഒക്കെ അനുഭവിച്ച് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നത്. ഇതിനകത്ത് തേർഡ് പാർട്ടിയുമായിട്ടുണ്ടായ കമ്മ്യൂണിക്കേഷനെ ഓർക്കുമ്പം അവർക്ക് അവരോട് തന്നെ വെറുപ്പ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതായത് തേർഡ് പാർട്ടിയുടെ ഇമോഷൻസിനെ, സ്നേഹത്തെ അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അട്രാക്റ്റഡ് ആയിപ്പോയി, ആഴത്തിൽ അതിനകത്ത് അഡിക്റ്റഡ് ആയിപ്പോയി. ആ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ലൈഫിൽ വളരെ ശക്തമാകുന്ന ഒരു വീഴ്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഒന്നെങ്കിൽ ശക്തമായ ഫൈറ്റിംഗ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് മുന്നിൽ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ട്. ഈ ബൗണ്ടറി ഇട്ട് നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് അവർക്ക്. ഇനിയും തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റോ മറ്റു പ്രശ്നങ്ങളോ അവരിലേക്ക് വരുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടി എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. എപ്പം തേർഡ് പാർട്ടിയിൽ നിന്ന് എന്ത് കാര്യം വന്നാലും അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുമെന്നുള്ളൊരു എനർജിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ബൗണ്ടറി തീർത്തിരിക്കുന്നതും ഈ കോൺഫ്ലിക്റ്റുകളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതും പ്രതിസന്ധികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതുമൊക്കെ. ടോട്ടലി ഒരു മൈഗ്രെയിൻ എനർജിയിലൂടെ, തലവേദനയിലൂടെ തന്നെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ യാതൊരുവിധ ഹാപ്പിനെസ്സും ഇല്ല. തേർഡ് പാർട്ടിയിൽ അവർ വളരെ സക്സസ്സും സൺറൈസിങ്ങും പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫ്യൂച്ചർ എനർജിയിലേക്ക് നോക്കുമ്പം അവരൊരു സക്സസ് ആയിരുന്നു. തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് ആയിരുന്നു എന്നും ഇതിനും അതിൻ്റേതായിട്ട് ഇനി എനിക്കൊന്നും കിട്ടാനില്ല എന്നും അമിതമായ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് സർവ്വ രീതിയിലും എല്ലാം പൂർണ്ണതയോടുകൂടി തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ കണക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർക്കൊരു കർമ്മയായിരുന്നു. അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്തോ മുൻകാലങ്ങളിലെ കർമ്മയോ ബേസ് ചെയ്തോ അവരുടെ ജീവിതത്തിലെ ഒരു കർമ്മയാണ്. അവരുടെ ഒരു വീഴ്ചയ്ക്ക്, അവരെ തകർക്കാനുള്ളൊരു ആയുധമാണ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നതിന് യാതൊരു സംശയവുമില്ല. അവരെ എല്ലാ
രീതിയിലും വീഴ്ത്തി അവർക്കൊരു മരണതുല്യം കൊടുക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നൊരു എനർജിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ശരിക്കും ഒരു ശാപത്തിൻ്റെ ബേസിൽ വന്നിരിക്കുന്ന തേർഡ് സിറ്റുവേഷൻസ് ആണ്. വളരെ ശക്തമായിട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഇമോഷണൽ ചീറ്റിംഗ് ഉണ്ടാകും. അത് അവരെ വീഴ്ത്തി കളയുന്നൊരു ചീറ്റിംഗ് ആണ് കേട്ടോ. തേർഡ് പാർട്ടിയിൽ നിന്നുള്ള പ്രസൻസ് അവർക്ക് വന്ന് എത്തിയിട്ടില്ല, വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഫ്യൂച്ചറിലേക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും ശക്തമാകുന്ന തിരിച്ചടി കിട്ടും. തേർഡ് പാർട്ടി എന്നത് അവരുടെ ശത്രു ഭാവത്തിൽ വന്ന കാർമിക് എനർജിയാണ്. ലോസാണ്, സാമ്പത്തിക ലോസ് എനർജി ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇമോഷൻസും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫ്യൂച്ചറിലേക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യും, റിജക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വളരെ ശക്തമാകുന്ന ഒരു എനർജി, നെഗറ്റീവ് എനർജീനെ നേരിടേണ്ടി വരും. ഇത് മാര്യേജ് എനർജിയിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട് എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ഒരു സക്സസ്സിലോ വിവാഹം പോലുള്ള ഒരു ലൈഫിലേക്കോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ചീറ്റിങ്ങും ആ ഒരു എനർജിയിലും അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ആലോചിച്ച് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തില്ല എങ്കിൽ അവർക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ളൊരു വീഴ്ചയായിരിക്കും തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർക്കത് മനസ്സിലാക്കാനും തിരിച്ചറിവ് കൊടുക്കാനും ഡിവൈൻ പ്രസൻസ് ഉണ്ട് കേട്ടോ അവരുടെ കൂടെ. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു തലനാരിഴയ്ക്കൊക്കെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ആ ഒരു അവസ്ഥ, ചീറ്റിംഗ് എനർജിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. അതല്ലെങ്കിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് കഴിഞ്ഞാലെന്നാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ പിന്നീട് വരാൻ പോകുന്ന പ്രതിസന്ധികളെ ഓർക്കുമ്പോൾ ഭയന്ന് തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസിൽ അവർ നിലനിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കും തോറും അവരെ സംബന്ധിച്ച് അപകടകരമാകുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. എല്ലാ രീതിയിലും ചീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും അവരിൽ നിന്നും വിട്ടുപോകും, അതല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അവർ അത്രയും ശക്തമായ ചീറ്റിംഗ് അനുഭവിച്ചുകൊണ്ട് പുറത്ത് കടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഫ്യൂച്ചർ എനർജി തേർഡ് പാർട്ടിയുമായിട്ടില്ല കേട്ടോ.